السلام عليكم ورحمة الله. കുതുബി 26. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. أما بطلان اللازم فلأن تحصيل التصور والتصديق لو كان بطريق الدور أو التسلسل لم تنع تحصيل والاكتساب. أما بطلان اللازم അവിടെ ലാസിമ് ബാത്തിലാവുക എന്ന് പറഞ്ഞ വിഷയം എന്ന് വെച്ചാൽ എല്ലാ തസവ്വുറാത്തും തസ്ദീഖാത്തും നബിയാവുകയാണെങ്കിൽ അവിടെ ദൗറ് വരും, തസൽസുലും വരും എന്ന് പറഞ്ഞു. അപ്പൊ ലാസിമാണ് ദൗറ് വരിക, തസൽസുല് വരിക എന്നുള്ളതാണ് ലാസിമ്. ഈ ദൗറും തസൽസുലും ബാത്തിലാണ്. അപ്പൊ ദൗറും തസൽസുലും ബാത്തിലാണെങ്കിൽ, ലാസിമാകുന്ന ദൗറും തസൽസുലും ബാത്തിലാണെങ്കിൽ മൽസൂമാകുന്ന എല്ലാ തസവ്വുറാത്തും എല്ലാ തസ്ദീഖാത്തും ലഫ്സിയാവുക എന്ന് പറഞ്ഞതും ഏതായിത്തീരും? പിന്നെ ബാത്തിലാവും. കാരണം ലാസിം ബാത്തിലാണെങ്കിൽ മൽസൂമും ബാത്തിലാവും. അതാണ് ചർച്ച. അപ്പൊ അമ്മാ ബുത്ലാനുൽ ലാസിമി, അപ്പോൾ ലാസിമ് ബാത്തിലാവുക എന്ന് പറഞ്ഞ കാര്യം ഫലിഅന്ന തഹ്സീല തസവ്വുരി വത്തസ്ദീഖി, തസവ്വുറിനെയും തസ്ദീഖിനെയും കരസ്ഥമാക്കിയെടുക്കുക എന്നുള്ള കാര്യം ലൗകാന, ആ തഹ്സീലും തസ്ദീഖും തസവ്വുറും ആവുകയാണെങ്കിൽ ബിത്വരീഖി ദൗരി അവി തസൽസുലി, ദൗറിന്റെയും തസൽസുലിന്റെയും തരീക്കിലൂടെയാണെങ്കിൽ, ദൗറിന്റെയും തസൽസുലിന്റെയും തരീക്കിലൂടെയാണെങ്കിൽ ലം തന തഹ്സീലു വൽ ഇക്തിസാബു, തഹ്സീലും അതുപോലെ തന്നെ ഇക്തിസാബും വിലങ്ങലാകുന്നതാണ്. ഏത് തഹ്സീല്? ദൗറിന്റെയും തസ്ദീഖിന്റെയും, ദൗറിന്റെയും തസ്ദീഖിന്റെയും തഹ്സീലും ഇക്തിസാബും ഏതാവും? ബാത്തിലാവും, മുംതനിയാവും. ഇനി അത് വിശദീകരിക്കാൻ പോവുകയാണ്. അമ്മാ ബി തരീഖി ദൗരി, അപ്പൊ ദൗറിന്റെ തരീഖിലൂടെ ഈ പറയപ്പെട്ട ദൗറും തസൽസുലും ബാത്തിലാവൽ എങ്ങനെ? ഫലിഅന്നഹു, തീർച്ചയായിട്ടും കാര്യം യുഫ്ലി, ചേർക്കുന്നതാണ്. ഇങ്ങനെ ദൗറും തസൽസുലും ബാത്തിലാക്കും എന്ന് പറഞ്ഞല്ലോ. ഫലിഅന്നഹു, തീർച്ചയായി കാര്യം യുഫ്ലി, ചേർക്കും. ഇലാ യകൂന ശൈഅൻ, ഇത് ദൗറ് വരികയാണെങ്കിൽ, ദൗറ് വരികയാണെങ്കിൽ ഫലിഅന്നഹു യുഫ്ലി, അത് ചേർക്കും. എങ്ങോട്ടാണ് ചേർക്കുന്നത്? ഇലാ യകൂന ശൈഉ, ഒരു ശൈഅ് ആകുന്നതിലേക്ക്. ഹാസിലൻ ഖബ്ല ഹുസൂലി, ഹാസിലാകുന്നതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുക? ഹാസിലാകുക. ഒരു കാര്യം ഹാസിലാകുന്നതിന്റെ മുമ്പ് തന്നെ ഹാസിലാകുക. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് മുത്തവക്കിഫും മുത്തവക്കഫ് അലൈഹിം, മുത്തവക്കിഫ് മുത്തവക്കിഫ് ഉണ്ടാവും, മുത്തവക്കഫ് അലൈഹിയും ഉണ്ടാവും. മുത്തവക്കിഫ് മുത്തവക്കഫ് അലൈഹിന്റെ മേൽ ബന്ധിക്കും. എന്നാൽ ഈ മുത്തവക്കഫ് അലൈഹി മുത്തവക്കിഫിന്റെ മേൽ ബന്ധിക്കുമ്പോഴാണ് പ്രശ്നം വരിക. അതാണ് ഇവിടെ പറഞ്ഞത്, ഒരു വസ്തു കരസ്ഥമാകുന്നതിന് മുമ്പ് തന്നെ കരസ്ഥമാവുക എന്നുള്ള വിഷയം ഉണ്ടായിത്തീരും. ഇനി അത് വിശദീകരിക്കുന്നതാണ് ബുർഹാനിലൂടെ. ലിഅന്നഹു, തീർച്ചയായിട്ടും കാര്യം
ഇതാ തവക്കഫ ഹുസൂലു ആ എന്നുള്ളത് ഹാസിലാവല് ബന്ധിച്ചാല് ആ എന്നുള്ളത് ഹാസിലാവല് ബന്ധിച്ചു അലാ ഹുസൂലി ബ ഹാസിലാകുന്നതിന്റെ മേല് ആ ഹാസിലാവല് ബന്ധിച്ചു എങ്ങനെ അലാ ഹുസൂലി ബ ഹാസിലാകുന്നതിന്റെ മേലില് ആ ഹാസിലാവുക എന്നുള്ളത് ബന്ധിച്ചു. കാരണം ആ ഹാസിലായതിന്റെ ശേഷം മനസ്സിലായില്ലേ ആ എന്നുള്ളത് ഹാസിലാവുക അത് തവക്കുഫായി. ഏതിന്റെ മേൽ തവക്കുഫായി? ബ ഹാസിലാകുന്നതിന്റെ മേൽ എന്ത് ചെയ്ത് തവക്കുഫായി. അപ്പൊ ബ ഹാസിലായാലേ ഏത് ഹാസിലാവുള്ളൂ? ആ എന്നുള്ളത് ഹാസിലാവുള്ളൂ. അപ്പൊ മുത്തവക്കിഫാണ് ഏത്? ആ എന്നുള്ളത് മുത്തവക്കിഫാണ്. ബ എന്നുള്ളത് മുത്തവക്കിഫ് അലിയാണ്. ഇനി അതേപോലെ റസൂല ബ ഹാസില റസൂലു ബ ഹാസിലാവുക എന്നുള്ളത് ബന്ധിച്ചാൽ അലാ ഹുസൂലി ആ ഹാസിലാകുന്നതിന്റെ മേൽ എന്ത് ചെയ്ത് ബന്ധിച്ചു. അപ്പൊ അങ്ങനെ വന്നാല് ഇമാബി മർത്തബറ്റും ഒരു വശം ഒരു മർത്തബന്റെ രൂപത്തിലൂടെയാവും, ഔബി മറാത്തിബ എങ്കിൽ പല മർത്തബയിലൂടെ ആയിരിക്കും. അവൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാന ഹുസൂലു ബ ഹാസിലാവുക എന്നുള്ളത് ആയി സ്ഥാപിക്കുന്നത് മുൻകടക്കും. ഏതിനേക്കാളും അല ഹുസൂലി ആ ഹാസിലാകുന്നതിനേക്കാളും എന്ത് ചെയ്ത് മുൻകടന്നു. അപ്പൊ ഹ ഉണ്ടാകുന്നതിനേക്കാളും ആദ്യം ബ ഉണ്ടാവണം. അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്ത് അതേപോലെ ഹുസൂലു ആ ഉണ്ടാവുക എന്നുള്ളത് മുൻകടന്നു സ്ഥാപിക്കുന്നത് മുൻകടക്കുന്നതാണ്. അലാ ഹുസൂലി ബ മുൻകടക്കുന്നതിനെ ബ കരസ്ഥമാവുക എന്നുള്ളതിന്റെ മേൽ. അതോടുകൂടി വസ്താബിക്കു അല സ്ഥാപിക്ക് അല ഷെയ്യ് സ്ഥാപിക്കുന്നതാരിക്ക ഷെയ്യ് വസ്താബിക്കു മുൻകടന്നതായൊരു കാര്യം അല സ്ഥാപിക്ക് മുൻകടന്ന ഒന്നിനേക്കാളും അല ഷെയ്യ് ഒരു ഷെയ്യിനേക്കാളും മുൻകടന്നതായ ഒന്ന് അതിനേക്കാളും വേറൊന്ന് മുൻകടന്നാൽ. ഒരു ഉദാഹരണം പറയാം. പിന്നെ ആണിപ്പം മുൻകടന്നത് ഏതിനേക്കാളും ബാനേക്കാളും. ഈ ബ എന്നുള്ളതോ പിന്നെ താനേക്കാളും മുൻകടന്നതാണ്. ജീമിനേക്കാളും മുൻകടന്നതാണ്. അവിടെ ഇപ്പൊ എന്തുണ്ടായി? ആ എന്നുള്ളത് ഏതിനേക്കാളും മുൻകടന്നു? ബാനേക്കാളും മുൻകടന്നു. ബ എന്നുള്ളതോ അത് ജാനേക്കാളും മുൻകടന്നതാണ്. അഥവാ സ്ഥാപിക്കു അല സ്ഥാപിക്ക് അല ശരി സ്ഥാപിക്കിനേക്കാളും മുൻകടന്നതായ ഒരു സാധനം ഒരു ഷെയ്യിനേക്കാളും സ്ഥാപിക്കിനെ. ഇപ്പൊ ഉദാഹരണം പറയാം. ബാനേക്കാളല്ല ജാനേക്കാളും മുൻകടന്ന അല്ല ബാനേക്കാളും മുൻകടന്നതാണ് എന്ന് വെക്കുമ്പോൾ ഈ ആയാകുന്നത് സ്ഥാപിക്കുന്നതാരിക്ക ശരി ആ ജാനേക്കാളും ഏത് മുൻകടക്കും? എന്നുള്ളത് മുൻകടക്കും. അക്കാര്യം ഉറപ്പാണല്ലോ അല്ലേ? നമുക്ക് പറയാം. അതായത് എന്നുള്ളത് ബായേക്കാളും മുൻകടന്നതാണ്, ബ എന്നുള്ളതോ ജായേക്കാളും മുൻകടന്നതാണ്. അപ്പൊ ജായേക്കാളും മുൻകടന്നതായ ബായേക്കാളും മുൻകടന്നത്. അപ്പൊ ഈ ജായേക്കാളും മുൻകടന്നതാണ് സത്യത്തിൽ ഏത്? എന്നുള്ളത് ഉറപ്പാണല്ലോ. കാരണം എന്നുള്ളത് പിന്നെ ബായേക്കാളും മുൻകടന്നതാണ്. അപ്പൊ ഈ ബ ഉണ്ടാവണമെങ്കിൽ ഏത് വേണം? വേണം. ബ ഉണ്ടാവണമെങ്കിൽ അതേപോലെ ബ ഉണ്ടാവണമെങ്കിൽ അപ്പൊ ഈ പിന്നെ ജാ ഉണ്ടാവണമെങ്കിൽ ജാനേക്കാളും മുൻകടന്നതാണ് ഏത്? ബ. അപ്പൊ സത്യത്തിൽ ജാനേക്കാളും മുൻകടന്നതാണ് ഏത്? കാരണം സാബിക്കിന്റെ സാബിക്കാണെന്നുള്ള കുല്ലിയായ നിയമമാണല്ലോ. സാബിക്കിന്റെ സാബിക്കാണ്.
അതാണ് നിയമം ഇവിടെ ഉള്ളത്. അതാണ് വസാബിക്കു അല സാബിക്ക് അത് ചെയ്യ് സാബിക്കുന്ന അത് സാബിക്ക്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ യകൂനുഹ ഈ ആ എന്നുള്ളത് ആവണം ഹാസിലൻ അത് കരസ്ഥമായതാവണം. ഖബല ഹുസൂലിഹി ഈ ആ ഉണ്ടാകുന്നതിനേക്കാളും മുമ്പ് ആ എന്നുള്ളത് ഹാസിലാകുന്നതിനേക്കാളും മുമ്പ് ആ ഇവിടെ എന്താവേണ്ടി വരും? ഹാസിലാവേണ്ടി വരും. എന്നാൽ അന്നഹു മുഹാലുൻ അത് ഇവിടെ മുഹാലാണ്. കാരണം ഒരിക്കലും അത് പറ്റൂല. കാരണം എന്താണ് മുഹാലാന്ന് പറയാനുള്ള കാരണം? ആ എന്നുള്ളത് പിന്നെ ആ എന്നുള്ളതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല. ആ എന്നുള്ളത് അതിന്റെ നെഫ്സിനേക്കാളും, അതായത് ഒരു ഷെയ് അതിന്റെ നെഫ്സിനേക്കാളും പിന്നെ ഒരു ഷെയ് അതിന്റെ നെഫ്സിനേക്കാളും പിന്നെ മുൻകടക്ക തസവുറാക്കുക എന്നുള്ളത് അത് ഒരിക്കലും ഉണ്ടാകുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ? അപ്പൊ കുല്ലിയായ നിയമമാണത്. അത് കുല്ലിയായ നിയമമാണ്. അപ്പൊ പറഞ്ഞ വിഷയം കുല്ലിയായ നിയമമാണ്. അതാ നമ്മൾ പറഞ്ഞത് എന്തെന്ന്, അതായത് യകൂനു ആ എന്നുള്ളത് ആവണം ഹാസിൽ എന്നത് ഹാസിലാവണം. ഖബല ഉസൂലി അത് കരസ്ഥമാകുന്നതിന്റെ മുമ്പ് തന്നെ ഹാസിലാവണം. കാരണം നമ്മളിവിടെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ എന്താണ്? ആ എന്നുള്ളത് ഹാസിലാകുന്നത് സാബിക്കൻ അത് മുൻകടന്നതാണ് അല്ലേ? ആ ഉണ്ടാകുന്നതിനേക്കാളും മുൻകടന്നതാണ് ഏത്? ബ. ആ എന്നുള്ളത് മുൻകടന്നതാണ് ഏതിനേക്കാളും? ബായേക്കാളും. അപ്പൊ സത്യത്തിൽ ഈ ആ എന്നുള്ളത് ആന്റെ നഫ്സിനേക്കാളും ആ മുൻകടക്കുക എന്നുള്ള വിഷയം അവിടെ ഉണ്ടായിത്തീരും. അതവിടെ പറഞ്ഞ് നമ്മൾ എന്തെന്ന് ഫയക്കൂനു ആ ഹാസിലൻ ഖബല ഹുസൂലി അതിന്റെ നെഫ്സിന്റെ മുമ്പ് തന്നെ, നെഫ്സിന്റെ ഹുസൂലിന്റെ മുമ്പ് തന്നെ ഉണ്ടാകുക എന്നുള്ള വിഷയം അവിടെ വരും. എന്നാൽ അമ്മാബി തരീഖി തസൽസുലി തസൽസുലിന്റെ തരീഖിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ വലിയ അന്നൽ ഇൽമൽ ഹുസൂലൽ ഇൽമി മത്ലൂബി നമ്മൾ തേടുന്നതായ ഒരു ഇൽമ് കരസ്ഥമാവുക എന്ന് പറഞ്ഞ വിഷയം, തേടപ്പെടുന്ന ഒരു ഇൽമ് കരസ്ഥമാവുക എന്ന് പറഞ്ഞ വിഷയം യതവഖഫു അത് ബന്ധിക്കും. ഈനയിലിങ്ങനെ ഈ തസൽസുലിന്റെ വിഷയം വരുമ്പോ അലാ ഇസ്തിഗ്ലാലി മാ ലാ നിഹായതലു അറ്റമില്ലാത്ത ഒന്നിനെ കരസ്ഥമാക്കുന്നതിന്റെ മേൽ. അപ്പൊ അറ്റമില്ലാത്തൊരു കാര്യത്തെ കരസ്ഥമാക്കുക എന്നുള്ള വിഷയം ഉണ്ടായിത്തീരും. സത്യത്തില് വസ്തഹിലാറു മാ ലാ നിഹായതലു മുഹാല് അറ്റമില്ലാത്തൊരു കാര്യത്തെ ഇസ്തിഗ്ലാർ ചെയ്യുക എന്ന് പറഞ്ഞതോ അത് മുഹാലായ കാര്യമാണ്. അപ്പോ വൽ മൗഖൂഫു അലൽ മുഹാലി മുഹാലിൻ ഒരു മുഹാലിന്റെ മേലില് ബന്ധിപ്പിക്കപ്പെട്ടൊരു കാര്യം അത് മുഹാലാണ്. അവ എന്തുണ്ടാവാൻ പാടില്ല, അവിടെ തസൽസുലി എന്നുള്ള കാര്യം ഉണ്ടാവരുത്. എന്നാൽ ഈ ഫൈൻ കൊൽത്ത നീ ചോദിച്ചാൽ അനേറ്റും നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബി കൗലിക്കും നിങ്ങളുടെ കൗല് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചു. ഏതുകൊണ്ട് ഉദ്ദേശിച്ചു? ഉസൂലുൽ ഇൽമിൽ മത്ലൂബി യതവഖഫു അലാ ദാലിക തഖ്ദീരി തേടപ്പെടുന്നതായ ഇൽമ് കരസ്ഥമാവുക. യതവഖഫു അത് ബന്ധിക്കും അലാ ദാലിക തഖ്ദീരി ആ തഖ്ദീർ പ്രകാരം. ആ തഖ്ദീർ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൽമും നദിരിയാകുക, എല്ലാ ഇൽമും എന്താകുക? നദിരിയാകുക. എല്ലാ ഇൽമും നദിരിയാവുക എന്ന അടിസ്ഥാനത്തില് നമ്മളൊരു തേടപ്പെടുന്നതായ ഒരു ഇൽമ്, ആ തേടപ്പെടുന്നതായ ഇൽമ് കരസ്ഥമാവുക എന്നുള്ളത് അത് ബന്ധിക്കും. ഏതിന്റെ മേൽ ബന്ധിക്കും? അലസ്തിഹ്ലാരി മാ ലാ നിഹായതലു അറ്റമില്ലാത്തതായ ഒന്നിനെ കരസ്ഥമാക്കുന്നതിന്റെ മേൽ.
അറ്റമില്ലാത്ത ഒന്നിനെ കരസ്ഥമാക്കുന്നതിന്റെ മേലിൽ ബന്ധിക്കുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ആ പറഞ്ഞ കൗല് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇതുകൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ, ഉസൂലുൽ ഇൽമിൽ മത്ലൂബി യതവക്കഉ അലാ ദാലിക തഖ്ദീരി അലാ ഇസ്തിഗ്ലാലി മാ ലാ നിഹായത ലഹു എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ തന്നെ ഫലിഅന്ന ഉസൂലുൽ ഇൽമിൽ മത്ലൂബി യതവക്കഉ അലാ ഇസ്തിഗ്ലാലി മാ ലാ നിഹായത ലഹു എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചു. എന്താ ഉദ്ദേശിച്ചത്? അന്നഹു യതവക്കഫു അലാ ഇസ്തിഗ്ലാലി ഉമൂരിൽ ഗൈറിൽ മുതനാഹിയത്തി, ഗൈറു മുതനാഹിയായ അമ്രുകള് ഹാസിലാകുന്നതിന്റെ മേൽ അത് ബന്ധിക്കും. ഗൈറു മുതനാഹിയായ അമ്രുകള് ഹാസിലാകുന്നതിന്റെ മേലിൽ എന്ത് ചെയ്യുക? ബന്ധിക്കും. എങ്ങനെ ബന്ധിക്കുക? എങ്ങനെയാണത് ഇസ്തിഗ്ലാറാകുന്നത്, ഹാസിറാക്കുന്നത്? ദഫ്അത്തൻ വാഹിദത, ഒരൊറ്റ പ്രാവശ്യം. അപ്പൊ ഗൈറു മുതനാഹിയായ അമ്രുകളെല്ലാം കൂടി, എങ്ങനെ? ഗൈറു മുതനാഹിയായ അമ്രുകൾ മുഴുവനും എന്ത് ചെയ്യുക? ഒരൊറ്റ പ്രാവശ്യമായിട്ട് ഉണ്ടാകുക. ഇതാണ് ഈ പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഏത് വാക്കുകൊണ്ട്? അതായത് ഉസൂലുൽ ഇൽമിൽ മത്ലൂബി യതവക്കഉ അലാ ദാലിക തഖ്ദീരി അലാ ഇസ്തിഗ്ലാലി മാ ലാ നിഹായത ലഹു എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞ വാക്കുകൊണ്ട് ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗൈറു മുതനാഹിയായ എല്ലാ അമ്രുകളും ഒറ്റ പ്രാവശ്യം കണ്ടുണ്ടാകുക. അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമല്ല. ഗൈറു മുതനാഹിയായ അമ്രുകളൊക്കെ കൂടി ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാകുക എന്നത് ശരിയാ? അതാണ് ശരി. അപ്പൊ നമ്മൾ സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ എന്ത് സമ്മതിക്കൂല? അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ലൗകാനൽ ഇഖ്തിസാബ് ആവുകയാണെങ്കിൽ, ഇഖ്തിസാബ് എന്ന് പറഞ്ഞാൽ ഇൽമിനെ കരസ്ഥമാക്കിയെടുക്കലാകാണ്. ബിത്വരീഖി തസൽസുലി, തസൽസുലിന്റെ തരീഖിലൂടെ ഒരു ഇൽമിനെ കരസ്ഥമാക്കിയെടുക്കലായാൽ ഉണ്ടാവൂല. കാരണം തസൽസുൽ എന്ന് പറഞ്ഞാൽ തന്നെ അറ്റില്ലാതെ പോവല്ലേ? ആ തസൽസുലിന്റെ തരീഖിലൂടെ കരസ്ഥമാക്കിയെടുക്കുക എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും ചെയ്യല്ല. അപ്പൊ അത് പറയാണ്, ഇത് തസൽസുലിന്റെ തരീഖിലൂടെ ഇഖ്തിസാബ് ആവുകയാണെങ്കിൽ യൽസമു, നിർബന്ധമാകുന്നതാണ്, തവഖ്ഖുഫു ഹുസൂലി അൽ ഇൽമിൽ മത്ലൂബി, തവഖ്ഖുഫു ഹുസൂലിൽ ഇൽമിൽ മത്ലൂബി അലാ ഹുസൂലി ഉമൂരിൻ ഗൈരി മുതനാഹിയത്തിന്റെ പ്രഥം വായിദ. ഒറ്റ പ്രാവശ്യമായിട്ട് ഗൈറു മുതനാഹിയായ അമ്രിനെ കരസ്ഥമാകുന്നതിന്റെ മേലില് മത്ലൂബായ ഇൽമുണ്ടല്ലോ, ആ ഇൽമ് കരസ്ഥമാകുക എന്നുള്ളത് എന്ത് ചെയ്യുക? തവഖുഫാകും. അങ്ങനെ വെക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ? ഈ പറഞ്ഞ വിഷയം നമ്മൾ എന്ത് ചെയ്യില്ല? സമ്മതിക്കൂല. ഏത്? തസൽസുലിന്റെ തരീഖിലൂടെ അങ്ങനെ ഇഖ്തിസാബ് ചെയ്യലാണെങ്കിൽ, തസൽസുലിന്റെ തരീഖിലൂടെ ഇഖ്തിസാബ് ചെയ്താൽ ഇങ്ങനെ വരും. ഏത്? ഒറ്റ പ്രാവശ്യം ഗൈറു മുതനാഹിയായ അമ്രിനെ കരസ്ഥമാക്കുന്നതിന്റെ മേൽ ബന്ധിക്കും എന്നുള്ളത് നമ്മൾ സമ്മതിക്കാൻ പറ്റൂല. നമ്മൾ സമ്മതിക്കുന്നില്ല എന്ന് വെക്കുക. അങ്ങനെ സമ്മതിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിന് കാരണം എന്താണ്? ഫൈനൽ ഉമൂറൽ ഗൈറൽ മുതനാഹിയ, കാരണം ഗൈറു മുതനാഹിയായ അമ്രുകൾ എന്ന് പറഞ്ഞാൽ, ഗൈറു മുതനാഹിയായ അമ്രുകൾ എന്ന് പറഞ്ഞാൽ മുഇദ്ദാത്തുൽ ഹുസൂലിൽ മത്ലൂബി, മുഇദ്ദാത്തുൽ ഹുസൂലിൽ മത്ലൂബി, മത്ലൂബായ ഇൽമ്, തേടപ്പെടുന്ന ഇൽമ് അത് കരസ്ഥമാക്കാനുള്ളതായ മുഇദ്ദകളാണ്. മുഇദ്ദകളും ഗൈറു മുതനാഹിയായ അമ്രുകളെ മുഇദ്ദകളാണ്. അപ്പൊ എന്നുവെച്ചാൽ ആ തേടപ്പെടുന്ന ഇൽമ് കരസ്ഥമാക്കുന്നതിന്റെ മേലില് പ്രചോദനം നൽകുന്നതായ ഒരു കാര്യമാണ് ഏത്? ഈ ഗൈറു മുതനാഹിയായ അമ്രുകൾ. മനസ്സിലായില്ലേ? സത്യത്തില് വൽ മുഇദ്ദാത്തു, ഈ മുഇദ്ദകളാകുന്നത് ലൈസ മിൻ ലവാസിമിയ, അതിന്റെ ലാസിമിൽപ്പെട്ടതല്ല. അൻ തജ്തമിയ മഅൽ മത്ലൂബി, മത്ലൂബിനോട് കൂടി ഒരുമിച്ച് കൂടുക. എങ്ങനെ ഒരുമിച്ച് കൂടുക? ഫീ വുജൂദി, ഖാരിജിയായ വുജൂദില് ദഫ്അത്തൻ വാഹിദത, ഒറ്റ പ്രാവശ്യമായിട്ട് അത് ഒരുമിച്ച് കൂടൂല. കാരണം എന്താ? ഇവിടെ മുഇദ്ദകൾ എന്ന് പറഞ്ഞ ഒന്നിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ഒന്നിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒക്കെ കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം ഒന്ന് സപ്പോർട്ട് ചെയ്യും, ആ സപ്പോർട്ടിന്റെ കാരണമായിട്ട് രണ്ടാമത്തത് സപ്പോർട്ടായിട്ട് വരും, പിന്നെ മൂന്നാമത്തെ സപ്പോർട്ടായിട്ട് വരും, പിന്നെ നാലാമത്തെ സപ്പോർട്ടായിട്ട് വരും,
അങ്ങനല്ലേ വരുള്ളൂ. നേരെ മറിച്ച് കൊണ്ട് ഈ മൊയ്തകളൊക്കെ കൂടി ഒരിടത്ത് ഒരുമിച്ച് കൂടലുണ്ടാവുക, അതുണ്ടാവില്ല. അങ്ങനല്ല, ഇത് മൊയ്തകളാണ് നമ്മൾ വൈരമുത്തനായിയായ അമ്രുകൾ എന്ന് പറയുമ്പോൾ ഈ വൈരമുത്തനായിയായ അമ്രുകൾ ഒരിക്കലും കൂടി ഒരേ സന്ദർഭത്തിലൊക്കെ കൂടി ഒരുമിച്ച് കൂടാ എന്നുള്ള കാര്യം ശരിയല്ല. അപ്പൊ ആ വാദം ശരിയല്ല. പിന്നെന്താ ഉണ്ടാകുക? പിന്നെ എങ്ങനെ കബലിയൊക്കെ ഒന്ന് സ്ഥാപിക്കൂ മൊയ്തന്റെ ഉജൂരി ലായിക്ക്. ശരിയാണ്, സ്ഥാപിക്കൂ ലായിക്കിന്റെ ഉജൂരിന്റെ മൊയ്തകളാണ്. അപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാല് ഈ രണ്ടുണ്ടാവണമെങ്കിൽ ഏത് വേണം? ഒന്ന് വേണം. അതേപോലെ മൂന്നുണ്ടാവണമെങ്കിൽ രണ്ട് വേണം. പിന്നെ നാലുണ്ടാവണമെങ്കിൽ മൂന്ന് വേണം എന്ന് വെച്ചിപ്പോ നാലുണ്ടാവണമെങ്കിൽ ഒന്നും വേണം, രണ്ടും വേണം, മൂന്നും വേണം, നാലും വേണം. ഇതൊക്കെ കൂടി ഒരിടത്ത് ഒരുമിച്ച് കൂടെ എന്ന് പറയാം. അപ്പം ഒരുപാടായില്ലേ? ഈ നാല് എന്നുള്ള അതിഥി ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഒന്നും ഒന്നും രണ്ടും മൂന്നും നാലും ഇതൊക്കെ കൂടി ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞാൽ അതുണ്ടാവില്ലല്ലോ. എന്താ ഈ ഒന്നും ഉണ്ടായ രണ്ടുണ്ടാകുക, ഒന്ന് രണ്ടാമത്തേന് രണ്ടിനിക്ക് മൊയ്തയാണ്, രണ്ട് മൂന്നിനിക്ക് മൊയ്തയാണ്, മൂന്ന് നാലിനിക്ക് മൊയ്തയാണ്, നാല് അഞ്ചിനിക്ക് മൊയ്തയാണ്. അപ്പൊ എന്ന് വെക്കുമ്പോൾ മൊയ്താത്താകുന്ന അമ്രുകളൊന്നും തന്നെ ഒരേ സമയത്ത് എന്ത് ചെയ്യൂല? ഒരുമിച്ച് കൂടൂല. അപ്പൊ ആ വാദം ഒരിക്കലും ശരിയല്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഒക്കെ കൂടി ഒരു സമയത്ത് ഒരുമിച്ച് കൂടാന്ന് അറിഞ്ഞില്ലേ? ആ ഒരുമിച്ച് കൂടാ എന്നുള്ള നമുക്ക് സമ്മതിക്കാൻ പറ്റൂല. അപ്പൊ ആ വാദം അവിടെ പൊളിഞ്ഞു. ഇനി വേറൊരു വിഷയം. ഇനി വൈനാനയിത്തും നിങ്ങൾ ഉദ്ദേശിച്ചു ബിഹി നിങ്ങളുടെ കൗല് കൊണ്ട് അന്നോ തീർച്ചയായിട്ടും തേടപ്പെടുന്ന മത്ലൂബായ ഇൽമ് യതവക്കഫു അത് ബന്ധിക്കും അജസ്തഹ്വാരിഹ ആ വൈരമുത്തനായിയായ അമ്രുകളെ ഹാദിറാക്കുന്നതിന്റെ മേല് ബന്ധിക്കും. എവിടെ ഹാദിറാക്കുക? ഈ അദ്മിനത്തിൻ വൈരി മുത്തനായിയ വൈറുമുത്തനായിയായ സമാനുകളിൽ ഹാസിറാക്കും. വൈറുമുത്തനായിയായ സമാനുകളിൽ എന്ത് ചെയ്യുക? ഈ പറയപ്പെട്ടതായ പിന്നെ ഈ വൈറുമുത്തനായിയായ അമ്രുകളെ ഹാസിറാക്കുക. അങ്ങനെയാണെങ്കിലോ മുൻ അപ്പൊ അത് അംഗീകരിക്കാം. കാരണം പ്രശ്നമില്ല. അപ്പൊ ഓരോന്നിനും ഓരോ സമാനായി വന്ന് ഓരോ മത്ലൂബിനും ഓരോ അമ്രുകൾക്കും എന്തായി? ഓരോരോ സമാനായിട്ട് വന്ന് വൈറുമുത്തനായിയായ അമ്രുകളൊക്കെ വൈറുമുത്തനായിയായ സമാനിൽ എന്ത് ചെയ്യാ? ഹാസിലാക്കുക എന്നാണ്. അപ്പൊ ഓരോന്നിനും ഓരോരോ സമാനായി ഒക്കെ കൂടി ഒരു സമാനിൽ ഒരുമിച്ച് കൂടാന്നുള്ള വിഷയം അവിടെയും വരില്ല. അപ്പൊ അങ്ങനെ വൈരമുത്തനായിയായ പിന്നെ സമാനിലാണ് ഹാജരാക്കുന്നതെങ്കിൽ ഇപ്പൊ മുസല്ലമും അത് നമുക്ക് അംഗീകരിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ ആണെങ്കിൽ എന്നാലും നമുക്കവിടെ വേറെ ചെറിയ സംശയം. എന്താ? ലാക്കിൻ ലാ മുസല്ലിമു എങ്കിലും നമുക്ക് സമ്മതിക്കാൻ പറ്റൂല. എന്ത് സമ്മതിക്കാൻ പറ്റൂല? അന്നൽ ഇസ്തിഗ്ലാറൽ ഉമൂരിൽ ഗൈരിൽ മുതനായിയത്തി ഫിൽ അസ്മിനത്തിൽ ഗൈരിൽ മുതനായിയ വൈറുമുത്തനായിയ സമാനുകളിൽ വൈറുമുത്തനായിയായ അമ്രുകളെ ഹാദിറാക്കുക എന്നുള്ളത് മുഹാലാണ്. അത് ശരിയല്ല, ശരിയാവൂല. വൈറുമുത്തനായിയായ അമ്രുകളെ വൈറുമുത്തനായിയായ സമാനില് ഇസ്തിഗ്ലാർ ചെയ്യത് മുഹാലാണ് എന്ന് സമ്മതിക്കാൻ പറ്റൂല, ശരിയല്ല. എന്താ കാരണം? വൈറുമുത്തനായിയായ അമ്രുകൾ ഒരൊറ്റ സമാനിൽ ഹാദിറാക്കുമ്പോഴാണ് മുഹാലിയത്ത് വരുന്നത്. നേരെ മറിച്ചുകൊണ്ട് വൈറുമുത്തനായിയായ അമ്രുകളെ പല സമാനുകളിൽ ഹാദിറാക്കുന്നത് കൊണ്ട് പ്രശ്നം അവിടെ വരുന്നില്ല. അത് നമുക്ക് സമ്മതിക്കാം. അപ്പൊ അവിടെ പ്രശ്നം വരുന്നില്ല. മനസ്സിലായില്ലേ? അതാ നമ്മൾ പറഞ്ഞു വൈറുമുത്തനായിയായ അമ്രുകളെ. മനസ്സിലായില്ലേ? വൈറുമുത്തനായിയായ അമ്രുകളെ വൈറുമുത്തനായിയായ സമാനില് ഇസ്തിഗ്ലാർ ചെയ്യാ എന്ന് പറഞ്ഞത് മുഹാലാണ് എന്ന് സമ്മതിച്ചില്ല. അത് മുഹാലല്ല. അപ്പൊ ഇനി വേറെ ചോദ്യം. വൈന്നമായ സഹീദ് കാലിക്ക ഇത് മുഹാലാകുന്നത് തന്നെ ഏത്? ഈ വൈറുമുത്തനായിയായ അമ്രുകളെ വൈറുമുത്തനായിയായ സമാധി ഇസ്തിഗ്ലാർ ചെയ്യല് മുഹാലാകുന്നത് തന്നെ ലൗകാന നഫ്സു ഹാരിസത്തൻ നഫ്സ് ഹാരിസാകുമ്പോഴാണ്. നഫ്സുന്നാഫിക്ക ഉക്കമാവ് സുബൂത്താക്കിയ
അക്കലവനൊക്കെ സുബൂത്താക്കല് കുലശ സുബൂത്താക്കി ഉക്കമായില്ലേ? ആ ഉക്കമാ കൊണ്ടുവന്ന സാധനമാണ് നഫ്സുന്നാത്തിക്ക. അപ്പൊ ഈ നഫ്സുന്നാത്തിക്ക എന്ന് പറയുന്നത് മുഹാലാകുമ്പോഴാണ്. ഇന്നമായ യസ്തഹീദു ദാലിക, ഇത് മുഹാലാകുന്നത് ലൗകാന നഫ്സോ ഹാരിസത്തൻ, നഫ്സുന്നാത്തിക്ക എന്താണ് ഹാരിസാണ് എന്ന് വെക്കുമ്പോഴാണ്. നഫ്സുന്നാത്തിക്ക ഹാരിസാണ് എന്ന് വെക്കുമ്പോഴാണ്. എന്നാൽ ഇത് മുഹാലാകുന്നത്. നഫ്സുന്നാത്തിക്ക ഹാരിസല്ല. കാരണം ഉക്കമാവ് നഫ്സുന്നാത്തിക്കനെ ഹാരിസായിട്ടല്ല കണക്കാക്കുന്നത്. എന്തായിട്ടാണ്? കദീമായിട്ടാണ് കണക്കാക്കുന്നത് ഉക്കമാവ്. അതാണ് വമ്മായി ഇതാക്കാനത് കദീമത്തൻ. ഇനി കദീമാണെങ്കിൽ, നഫ്സുന്നാത്തിക്ക കദീമാണെങ്കിൽ തെക്കോന് മൗജൂദത്തൻ, അപ്പൊ അത് മൗജൂദാവും. ഈ അസ്മയത്തിന് വൈര് മുത്തനായിയെത്തി വൈര മുത്തനായി ആ സമാനിൽ എന്ത് ചെയ്യാം? മൗജൂദാക്കാം. ആകയാൽ ഫജാസ, അപ്പൊ ജാസിയായി. അവന്താ അയ്യസുലഹ, അപ്പൊ അവകൾക്കുണ്ടാവല് ഇത് അനഫ്സിനുണ്ടാവാം. എന്തുണ്ടാവാം? ഉലൂമുൻ, ഇൽമുകൾ ഉണ്ടാവാം. എങ്ങനത്തെ ഇൽമുകള്? വൈറുമുത്തനായി ആ ഇൽമുകൾ ഉണ്ടാകാം. എവിടെ? വൈറുമുത്തനായി ആ സമാനില് ഉണ്ടായ സമാനുകളിൽ വൈറുമുത്തനായ ഇൽമുകൾ എന്ത് ചെയ്യാം? ഉണ്ടാവാം. നഫ്സിനാത്തിക്ക്. ആകയാൽ പോലും അവ നമ്മൾ പറയും. ഏത്? നിങ്ങൾ പറഞ്ഞല്ലോ, ഈ നഫ്സുന്നാത്തിക കദീമാണ് എന്ന് വെക്കുകയാണെങ്കിൽ വൈറുമുത്തനായ സമാനുകളിൽ ഈ എന്താവാം? ഇത് മൗജൂദാവാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വെക്കുമ്പോൾ അവകൾക്ക് ഏതുണ്ടാവാം? വൈറുമുത്തനായ സമാനുകളിൽ വൈറുമുത്തനായ ഇൽമുകൾ ഉണ്ടാവാം. എങ്കിൽ ഇപ്പൊ നഖൂലു, അപ്പൊ നമ്മൾ പറയും. എങ്കിൽ ഹാദ ദലീല്, നിങ്ങൾ ഈ കൊണ്ടുവന്ന ദലീല്, നിങ്ങൾ ഏത് കൊണ്ടുവന്ന ദലീല്? നമ്മൾ പറഞ്ഞില്ലേ? അതായത് തസൽസുലിന്റെ ദലീക്കിലൂടെ മതരൂപ ഇൽമിനെ കരസ്ഥമാക്കുക എന്നുള്ളത് മുഹാലാണ് എന്നുള്ളതിന് നിങ്ങൾ കൊണ്ടുവന്ന ദലീലുണ്ടല്ലോ. ഈ പറയപ്പെട്ട ദലീല് സത്യത്തിൽ പറഞ്ഞാൽ മബിനിയോൻ, അത് എടുക്കപ്പെട്ടതാണ്. അല്ല ഹുദൂസിൻ നഫ്സുന്നാത്തിക്ക, നഫ്സുന്നാത്തിക്ക ഹാരിസാണ് എന്നുള്ളതിന്റെ മേലിൽ. എങ്ങനെ? നഫ്സുന്നാത്തിക്ക ഹാരിസാണ്, നഫ്സുന്നാത്തിക്ക ഹാരിസാണ് എന്നുള്ളതിന്റെ മേലിൽ, നഫ്സുന്നാത്തിക്ക ഹാരിസാണ് എന്നുള്ളതിന്റെ മേലില് എടുക്കപ്പെട്ടതാണ്. അതോടുകൂടി വഖദ് ബുർഹിന അലൈഹി ഫീ ഫന്നിൽ ഹിക്മ, ഹിക്മത്തിന്റെ കിതാബുകളില് വ്യക്തമായ തെളിവുകള് അത് സംബന്ധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. എന്താ നഫ്സുന്നാത്തിക്കനോട് ബന്ധിപ്പിക്കാനുള്ള കാരണം? അതായത് ഒരു മനുഷ്യർക്ക് ഉണ്ടാകുന്നതായ നെതറുകളും ഫിക്കറുകളും ഒക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഒരു നഫ്സിന്റെ ഹർക്കത്ത് കൊണ്ടാണ് ഉണ്ടായിത്തീരുക. നഫ്സിന്റെ ഹർക്കത്ത് കൊണ്ടാണ് ഉണ്ടായിത്തീരുന്നത്. ഒരുത്തന്റെ നഫ്സിന്റെ ഹർക്കത്ത് കൊണ്ട് മാത്രമാണ് നെതറുകളും ഫിക്കറുകളും എന്ത് ചെയ്യുക? ഉണ്ടാകുക. അതോടുകൂടി നമ്മളെ മന്ദിക്കെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ, നെതറ് ഫിക്കറിനെ ശരിയാക്കുന്നതല്ലേ. അപ്പൊ ആകയാൽ ഈ പറയപ്പെട്ടതായ നിങ്ങൾ ഈ പറഞ്ഞ ദലീലൊക്കെ സത്യത്തില് നഫ്സുന്നാത്തിക്ക ഹാരിസാണ് എന്നുള്ളതിന്റെ മേൽ എന്താണ്? കൊണ്ടുവരപ്പെട്ടതാണ്. വഖദ് ബുർഹിന അലൈഹി ഫീ ഫന്നിൽ ഹിക്മ, ഹിക്മത്തിന്റെ കിതാബുകളില് ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ രൂപത്തില് തെളിവുകൾ നിരത്തപ്പെട്ടിട്ടുണ്ട്. ലില്ലാഹിൽ ഹംദ്. വല്ലാഹു അഅലമു ബിസ്സവാബ്.